എൻ്റെ പേര് ലിജിയ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ ധ്യാനമാണ്. ഈ രണ്ടാമത്തെ ധ്യാനം കൂടി കിട്ടിയ അനുഭവത്തിന് മുമ്പ് ആദ്യത്തെ ധ്യാനത്തിൻ്റെ കാര്യം കൂടെ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ ആദ്യം വന്ന ഫസ്റ്റ് ദിവസം എനിക്ക് ധ്യാനത്തിൽ നിന്ന് എങ്ങനെയും ഒന്ന് തിരിച്ചു പോയാൽ മതിയെന്നായിരുന്നു. കാരണം ഇവിടെ പ്രാർത്ഥിക്കുന്നു, ഓരോരുത്തർ അഭിഷേകത്തിൽ വീഴുന്നു. ഞാനോർത്ത് ഓൾറെഡി ഇവിടെ ആൾക്കാരെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ എനിക്ക് അമ്മയെ വിശ്വാസം ഉണ്ടായിരുന്നു, IMS അമ്മയെ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു കുറച്ചുകൂടെ കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോൾ ഞാൻ ആലോചിക്കാൻ തുടങ്ങി, ഞാനെന്തിനാ ഈ മനുഷ്യരെ നോക്കുന്നത്? അമ്മയോട് പറഞ്ഞ് ഞാനൊന്ന് പ്രാർത്ഥിച്ച് നോക്കാം എൻ്റെ സങ്കടങ്ങളെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അമ്മ എൻ്റെ അടുക്ക വരികയും പിന്നീടാണ് എനിക്കിവിടെ നടക്കുന്നത് എന്താണ് എന്ന് കൃത്യമായൊരു ബോധ്യം ഉണ്ടായത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയ, ഞാൻ പറയുമ്പോൾ പലർക്കും നിസ്സാരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇത്. കാരണം എനിക്ക് ഏറ്റ മുറിവുകളൊക്കെ ഞാൻ ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മാത്രം എന്നെ ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ മാതാവിനെ വിളിച്ചതല്ലേ, എന്നിട്ടും എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്താ? ഇനി ദൈവത്തിന് ഈ ക്ഷമിക്കുന്ന മനുഷ്യരോട് മാത്രം എപ്പോഴും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത്. പക്ഷെ ഇവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ക്ഷമിക്കുന്ന മനുഷ്യരിലോട്ട് എത്രത്തോളം അമ്മ ഇറങ്ങി വരുമെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇവിടുന്ന് സാരി മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അവത്തിൽ നോക്കി പ്രാർത്ഥിച്ചാലും എനിക്ക് അഭിഷേകം കിട്ടുകയാണ്. പിന്നെ അപ്പം എല്ലാവരും ഓർക്കും എനിക്ക് രണ്ടാമത്തെ ധ്യാനത്തിന് വരുന്നത് ആ അഭിഷേകത്തിൽ നിറഞ്ഞു വരിക. രണ്ടാമത്തെ ധ്യാനത്തിന് വരാൻ നേരത്തെ എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റി അമ്മ ഇവിടെ എന്നെ കൊണ്ടുവന്നു. ഈ നമ്മുടെ ധ്യാനത്തിൻ്റെ പേര് സ്വർഗീയ അഭിഷേകം എന്നാണ്. എനിക്കിവിടെ വന്നതിന് ശേഷം സ്വർഗം എന്താണെന്ന് അമ്മ എന്നെ നേരിട്ട് വന്ന് കാണിച്ചുകൊണ്ട് വരുമായിരുന്നു. കാരണം എൻ്റെ ശരീരം ഇവിടെ ഉണ്ട്, പക്ഷെ എൻ്റെ ആത്മാവ് അമ്മയുടെ അടുക്കലായിരുന്നു. അമ്മയാണ് എന്നെ സ്വർഗത്തിലോട്ട് കൂട്ടിക്കൊണ്ടു പോയത്. ഇവിടെ ബ്രദർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രക്തക്കണ്ണീൻ്റെ ജപമാല റൂമിൽ പോയിരുന്നു ചൊല്ലിയപ്പോൾ അമ്മ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി ഈ പ്രാർത്ഥനയൊന്ന് ചൊല്ലാൻ. അപ്പം ബ്രദർ പറഞ്ഞു, കുറഞ്ഞത് നിങ്ങൾ 100 എണ്ണമെങ്കിലും ചൊല്ലണമെന്ന്. ഞാൻ ഓർത്ത് ഒരു 50 എണ്ണം ചൊല്ലാം, എന്നെ കൊണ്ട് അത്രേ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ അറിയാതെ ഞാൻ 100 എണ്ണം ചൊല്ലി കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ വന്നു. അപ്പം ഇന്ന് എനിക്ക് അഭിഷേകം കിട്ടിയപ്പോഴത്തേക്ക് പിതാവിൻ്റെ സ്നേഹം എന്താണെന്നും പുത്രൻ്റെ കൃപ എന്താണെന്നും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം എന്താണെന്നും ഞാൻ അറിഞ്ഞു. അതായത് എൻ്റെ വേദന, ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദന യഥാർത്ഥ അളവിൽ അറിയാൻ പറ്റുന്നത് ആ മനുഷ്യന് മാത്രമേ ഉള്ളെന്നാണ്. പക്ഷേ അത് നമ്മളിലും കൂടുതൽ ഏറ്റെടുക്കുന്നത് നമ്മുടെ പിതാവാണ്. പിന്നെ പുത്രൻ്റെ കൃപയായിട്ട് എനിക്ക് തോന്നിയത്, എൻ്റെ പ്രശ്നത്തിലോട്ട് ഞാൻ ആദ്യമൊക്കെ കാണുന്നത് അമ്മയെ അയക്കുന്നു, സ്വർഗത്തിലെ സൈന്യങ്ങളെ അയക്കുന്നു, മാലാഖമാരെ അയക്കുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇന്ന് ഞാൻ കണ്ടത് സൈന്യങ്ങളുടെ ഒപ്പം പുത്രനെയും കൂടെ അയക്കുകയാണ്. അപ്പം പുത്രൻ്റെ കൃപയാണ് എൻ്റെ പ്രശ്നങ്ങളിലോട്ട് പുത്രൻ വന്നത്, ഈശോ വന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം എന്ന് എനിക്ക് തോന്നിയത് പരിശുദ്ധാത്മാവ് കൂടെ ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം എനിക്ക് കാണാൻ പറ്റിയത്. അപ്പം മൂന്നും ഞാൻ അനുഭവിച്ചറിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ MA B.Ed ആണ്. അപ്പം ഞാൻ ഓർത്ത് ഈ രക്തക്കണ്ണീൻ്റെ ജപമാല ഇതിലും വലുതൊക്കെ പഠിച്ചിരിക്കുന്നു, ഇത് ഈസി ആയിട്ട് ഞാൻ പഠിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ രണ്ടാമത്തെ ധ്യാനത്തിന് വന്നതിന് ശേഷമാണ് ഞാനിതൊന്ന് ചൊല്ലാൻ പഠിച്ചത് കാണാതെ. കാരണം നേരത്തെ ഉള്ളത് മറ്റുള്ളതെല്ലാം ഈസി ആയിട്ട് പഠിക്കുന്ന പോലെ എളുപ്പം പഠിക്കാൻ പറ്റിയൊരു കാര്യമല്ല എന്നും അമ്മ എനിക്ക് ബോധ്യമായി. പിന്നെ ഇതിന് ശേഷം ആദ്യത്തെ ധ്യാനത്തിന് ശേഷം ഞാൻ പള്ളിയിൽ പോകും, പക്ഷെ ഇടയ്ക്കൊക്കെ ബ്രേക്ക് ആയി പോകും. പക്ഷെ ഇതിന് ശേഷം ഈ 1 മാസം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പള്ളിയിൽ പോകാൻ പറ്റി. അപ്പം ഞാൻ ആരാണെന്ന് എനിക്ക് അറിയണമെന്നൊന്ന് ഒരു ആഗ്രഹം തോന്നി. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ ആരാ? എന്നെ അമ്മയുടെ സ്വർഗത്തിലെ പൂന്തോട്ടത്തിൽ ഒരു കുഞ്ഞു പുഴുവാക്കാവോ? അപ്പോൾ ഒരു കുഞ്ഞു പുഴുവാണെങ്കിൽ ചിറകൊക്കെ വെച്ച് ശലഭത്തെ പോലെ അവിടെ പാറി നടക്കാമല്ലോ എന്ന്. പക്ഷെ അമ്മ എനിക്ക് ദർശനത്തിലൂടെ തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ കോർക്കുന്ന, അതായത് ഞാൻ ജപമാല ചൊല്ലുമ്പോഴത്തേക്ക് ജപമാലയുടെ മണികൾക്കിടയിൽ ഞാൻ അമ്മയെ കാണാറുണ്ട് ചിലപ്പോൾ ഒക്കെ. അപ്പം ഇവിടെ ഞാൻ അഭിഷേകത്തിൽ പോകുന്ന സമയത്ത് ഞാൻ കാണിച്ചത് അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞും അമ്മയുടെ കയ്യിലിരിക്കുന്ന ജപമാലയിലെ ഒരു മണിയാണ് ഞാനെന്ന്. ഒരു മിനിറ്റ്. തമ്പുരാൻ വേറെയും ഒത്തിരി അനുഗ്രഹങ്ങൾ മകൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയെ ആ സാരിമാതാവിൻ്റെ ചിത്രമൊക്കെ വെക്കുമ്പോൾ ആ സെക്കൻഡിൽ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അഭിഷേകത്തിൽ നിറയുകയും, പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ ധ്യാനത്തിൽ വന്നപ്പം ആദ്യത്തെ 2 ദിവസവും എൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. അപ്പം ഞാൻ പറയും, ഈ സഹോദരി ഇങ്ങോട്ട് നോക്കാൻ പറയുമ്പോൾ നിലത്തേക്ക് നോക്കും.
2 ദിവസം കഴിഞ്ഞ് പേര് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദേഹ കിടക്കണം ഇടിഞ്ഞ് വിളിച്ച് താഴെ. അതിനുശേഷം മുഖത്ത് നോക്കാൻ തുടങ്ങി. അപ്പോൾ പിശാച് പറയുക മുഖത്ത് നോക്കരുതെന്ന്. ഈ നിൽക്കണവൻ്റെ മുഖത്ത് നോക്കരുതെന്നാണ് ധ്യാനത്തിന് വന്നപ്പോൾ മുതലപ്പം അറിയിപ്പ് കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, അതായത് ഏതെങ്കിലും ചെറിയൊരു തിന്മയുടെ കണി കൊണ്ടേ പോലും ഇങ്ങോട്ട് നോക്കാൻ പോലും, ഈ ആൾക്കാരിലേക്ക് നോക്കാൻ പോലും സാത്താൻ സമ്മതിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ കൃപ വെളിപ്പെട്ടപ്പോൾ ആ സഹോദരിക്ക് ഇപ്പോൾ ഒന്ന് നോക്കിയാൽ മതി, ആ സെക്കൻഡിൽ അഭിഷേകം കത്തിച്ചൊലിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഈ അഭിഷേകം തുറക്കപ്പെട്ടാൽ അടയ്ക്കപ്പെടുന്നില്ല. ഇത് കിട്ടാൻ വേണ്ടി നിങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വലിയ കൃപ നമുക്ക് എല്ലാവർക്കും നൽകും. സന്തോഷമായിട്ട് കരങ്ങളടിച്ച് മധുരികേ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സിന്ധുയാത്ര. ഞാൻ വിഴിഞ്ഞത്തു നിന്ന് വരുന്നു. ഇതെനിക്ക് 2ാമത്തെ ദിനമാണ്. എനിക്ക് 3 കുട്ടികളാണ്. 3 പേരെയും കല്യാണം കഴിച്ചു കൊടുത്തു. ആദ്യമായിട്ട് എൻ്റെ ചേച്ചിയാണ് എന്നെ ഇവിടെ വിളിച്ചത്. ഞാൻ ധ്യാനത്തിൽ നിന്ന് വരത്തില്ല, ഞാൻ ഒത്തിരി പ്രശ്നക്കാരിയാണ്, എന്തുണ്ടെങ്കിൽ സഹിക്കത്തില്ല, തിരിച്ച് മറുപടി കൊടുത്തിട്ടേ വരത്തുള്ളൂ. ചേച്ചി എന്നോട് വിളിച്ച് പറയുമ്പോൾ ഞാൻ പോകാമെന്ന് പറയുമ്പോൾ എന്നെ പിശാച് ഒരുക്കി ഇങ്ങോട്ട് വരണ്ട, എന്നെ വിട്ടില്ല. തുണിയൊക്കെ മടക്കി എടുത്ത് വെച്ചിട്ട് വരാൻ സമയത്ത് ഞാൻ വന്നില്ല. അതിനുശേഷം അവർ തന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നു. ആദ്യത്തെ ധ്യാനത്തിൽ വന്നപ്പോൾ തന്നെ എനിക്കിവിടെ ഒത്തിരി അനുഭവം ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും വീഴുന്നു, ആ കൂട്ടത്തിൽ ഞാനും പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ എന്നെ മാതാവ് സ്പർശിച്ചു. എനിക്കും ഒരുപാട് അനുഭവം ഉണ്ടായിരുന്നു. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ഈ ഇടത് കൈ ഒരു ആക്സിഡൻറ്റിൽ ഒരു 7 മാസം കൊണ്ടും എനിക്ക് എല്ല് പൊട്ടലായിരുന്നു. ഞാൻ പ്ലാസ്റ്റർ ഇട്ടിരുന്നു. ഞാൻ വീട്ടു ജോലിക്കാണ് പോകുന്നത്. ഈ കൈ ഇങ്ങനെ പൊക്കാൻ പറ്റത്തില്ല, ഈ കൈ ഇങ്ങനെ തന്നെ ഇരിക്കും എനിക്ക്. ഞാനിവിടെ ആരോടും പറഞ്ഞില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒത്തിരി പ്രാർത്ഥിച്ചപ്പോൾ എന്നെ അറിയാതെ തന്നെ ഞാൻ സ്വയം മറന്നു. എനിക്ക് എന്തൊക്കെയോ അനുഗ്രഹം കിട്ടണം. എൻ്റെ കാലുവലി ഇങ്ങനെ വിറയ്ക്കുന്നു. ഞാൻ എന്തോ മാതാവിനെ കൂടുതൽ കാണുന്നു. എനിക്കിതിന് അതിശയിപ്പായിപ്പോയി. ഞാൻ ഇത്രയും ഒന്ന് പറഞ്ഞാൽ 2 തിരിച്ച് പറയുന്നത് എനിക്ക് എങ്ങനെയാണ് മാതാവിനെ കാണാൻ പറ്റും? പക്ഷെ ആരും വിശ്വസിക്കത്തില്ല. പക്ഷെ എങ്കിലും ഞാൻ ആർക്കും ഒന്നും മറുപടി പറയാതെ മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ ലാസ്റ്റ് പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ലാസ്റ്റ് പ്രാർത്ഥനയിൽ തന്നെ ഞാനവിടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ജിൻസ് ബ്രദർ സാരിമാത അമ്മയുടെ ഒരു പടം കാണിച്ചു. ഈ പടം എല്ലാവർക്കും കൊടുക്കുമെന്ന് ഞാൻ നേരത്തെ അറിയാമായിരുന്നു. ആദ്യമായിട്ട് വരുന്നവർക്ക് കൊടുക്കുമെന്ന് ചേച്ചി പറഞ്ഞിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഈ പടം എനിക്ക് തന്നെ ആദ്യം കിട്ടണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി അതെനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ജിൻസ് ബ്രദർ എന്നെ തന്നെ വിളിച്ച് ഞാൻ സന്തോഷത്തോടെ എണീറ്റ് വാങ്ങിച്ചപ്പോൾ എൻ്റെ കൈയുടെ ആ പൊക്കാൻ പറ്റാത്ത കൈ സ്വയം തന്നെ ഇങ്ങനെ പൊക്കാൻ പറ്റി. അപ്പോൾ തന്നെ എൻ്റെ കൈ പൊങ്ങി. അത് എനിക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ആ പടവും കൊണ്ട് വീട്ടിൽ പോയി. എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു. പക്ഷേ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പം മദ്യപിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ വെറും മദ്യപാനമായിരുന്നു. വീട്ടിൽ എപ്പോഴും കലകം, അടി. ഈ ജനുവരിക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഈ ഡിസംബർ 27-ാം തീയതി നമ്മുടെ പള്ളിയിൽ തിരുനാളായിരുന്നു. ആ ദിവസം തന്നെ മദ്യപിച്ചിട്ട് വന്ന് എൻ്റെ മകളുടെ ഭർത്താവിനെ അടിച്ച് പിടിക്കാൻ പോയി എൻ്റെ ഈ വലത് കൈ ഇങ്ങനെ ഒടിച്ചപ്പോൾ ഞാൻ കുഞ്ഞിനെ കൈവച്ചിരുന്ന കുഞ്ഞിനെ താഴെ ഇട്ടു. എൻ്റെ കൈയൊക്കെ പൊങ്ങി, നല്ല വേദനയായിരുന്നു. പെട്ടെന്നും അവർ വണ്ടി പിടിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ഈ രക്തക്കമ്മിനെ ജപമാല ആ സമയം എടുത്ത് കൊണ്ടുപോയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഈ കയ്യിൽ എനിക്ക് ഒരു എല്ല് പൊട്ടലും ഉണ്ടാകരുതേ. കാരണം ഒരു കൈ ഒടിഞ്ഞ് അത് സുഖമായി കിട്ടിയപ്പോൾ അടുത്ത കൈയും ഒടിഞ്ഞു. എന്ത് പരീക്ഷണമെന്നറിയില്ല. പക്ഷേ അവിടുന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ല് പൊട്ടലൊന്നുമില്ല, കൈയൊക്കെ നീരാണ്. അവർ ബാൻഡേജ് ഇതുവരെ ഇട്ട് തന്നു. ഞാൻ വീട്ടിൽ വന്ന് എല്ലാം വലിച്ചു ഊരിക്കളഞ്ഞു. എൻ്റെ അമ്മ എല്ലാവരും എന്നോട് വഴക്ക് പറഞ്ഞു, എന്തിനാണ് ഈ കൈയിനെ എന്ത് ചെയ്തത്? ഞാൻ പറയാം, എനിക്ക് വേണ്ട, എനിക്കൊരു അസ്വസ്ഥത. എല്ലാം പിള്ളേരൊക്കെ ഈ പ്ലേഡ് വെച്ച് അറുത്ത് ആ സിമെൻറ്റിനൊക്കെ എടുത്ത് കളഞ്ഞു. ഞാൻ ഈ രക്തക്കണ്ണിൽ ജപമാല ചുറ്റി ഈ വിരലിൽ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ വിരലിൻ്റെ ഒരംശം പോലും എനിക്ക് വേദനയില്ല. ആ വിരലും എനിക്ക് നിവർന്നു. വീണ്ടും എൻ്റെ ഭർത്താവ് വീണ്ടും വെള്ളമടിച്ചിട്ട് വന്ന് ജപമാല പഠിക്കാൻ വിടത്തില്ല. ഭയങ്കര ചീത്തവിളിയായിരുന്നു. എന്നെ അടിക്കും, ചീത്ത വിളിക്കും. ഞാൻ രക്തക്കണ്ണിൽ ജപമാല എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നെ 2 അടി തന്നു. ഞാൻ മിണ്ടിയില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ ടിവിയുടെ സൗണ്ടൊക്കെ കൂട്ടിവെച്ച്. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. സ്വയം തന്നെ പുള്ളിക്കാരൻ ഉറങ്ങി. അപ്പോഴും അവിടെ ഒരു സമാധാനം കിട്ടി. ഞാൻ കൂടെ ഈ സാരിമാതാവിനോട് പ്രാർത്ഥിക്കും. എനിക്ക് 30 ലക്ഷം രൂപയുടെ കടമാണ്. ഞാൻ 3 പിള്ളേരും കെട്ടിച്ചപ്പോഴത്തേക്ക് എനിക്ക് 30 ലക്ഷം രൂപയുടെ കടം. ആ കടം തീർക്കാൻ ആരുമില്ല.
എൻ്റെ ഹസ്ബൻഡ് പോലും ഇല്ല. എന്നോട് ചോദിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണോ നീ ഈ കുട്ടികളെ കെട്ടിച്ചതെന്ന് ചോദിച്ചു. എനിക്കിതിന് ബാധ്യതയില്ലെന്ന് പറഞ്ഞു. ഞാൻ സന്തോഷത്തിലൊന്നും പറഞ്ഞില്ല. എൻ്റെ കുട്ടികൾ പറഞ്ഞു, അമ്മ എവിടെയെങ്കിലും ചെന്ന് വീട്ടു ജോലിക്ക് നിന്ന് അമ്മയെ കടം തീർക്കുക, ഞങ്ങളും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ സാരം വെച്ചില്ല. ഓക്കെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ എനിക്കൊരു വീടുണ്ട്. അത് 5 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. അത് പൈസ അടയ്ക്കാത്തതുകൊണ്ട് 4 വർഷം കൊണ്ടും 8 ലക്ഷം രൂപയായി. അവർ ബാങ്കുകാർ വന്ന് ജപ്തി പേപ്പർ എൻ്റെ വീട്ടിൻ്റെ 2 വാതിലിൽ ഒട്ടിച്ച്, ഇനി ഈ വീട് നിങ്ങൾക്കല്ല, അത് ഞങ്ങൾ പൂട്ടാൻ പോകുന്നു. 7 ദിവസത്തിനകം ഈ 8 ലക്ഷം രൂപയും നിങ്ങൾ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അവർ പോയി. ഡിസംബറിലാണ് ഈ ധ്യാനം കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ സാരിമാതാണ്ട് പ്രാർത്ഥിച്ചു. എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ പോലുമില്ല. ഞാൻ എപ്പോഴും കരച്ചിലാണ്. പിന്നെ ബാക്കി കടത്തുകാരെല്ലാം ഒരു സെക്കൻഡ് നേരം എന്നെ കഴിക്കാൻ പോലും വിടത്തില്ല. വീട്ടിൽ വന്ന് ബഹളം. ഏത് സമയം ആൾക്കാരായിരിക്കും. ഈ രക്തക്കണ്ണീർ ജപമാല പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മ സാരിമാത അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഈ ജപ്തിക്കാരും ബാങ്കുകാരും ഇല്ല, ആ കടത്തുകാരും ഇല്ല. എനിക്ക് വളരെ സന്തോഷവും സമാധാനം. ഇന്ന് നിമിഷം വരെ അങ്ങനെ ഒരു ഇതുമില്ല, പ്രയാസവും ഇല്ല. ഇവിടെ ഈ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്ന് സന്തോഷത്തിലാണ് ഞാൻ കടന്നു വന്നത്. ഹസ്ബൻഡ് വന്നില്ല, മദ്യവെച്ചുകൊണ്ട് പണിക്ക് പോയിരിക്കുന്നു. ഞാൻ വിളിച്ചിട്ടില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടി. ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയമെല്ലാം ഇവിടെ ഓസ്തി വെച്ചിട്ട് ആ രൂപത്തിൽ നോക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ സ്വയം പറഞ്ഞു, മാതാവേ, ഈശോയെ, എനിക്ക് ഈ ഓസ്തിയിലൂടെ എൻ്റെ ഈശോനെ കാണുവാനുള്ള കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ മുൾമുടി വെച്ച ആ രൂപം എനിക്ക് കാണണം ഈ ഓസ്തിയിലൂടെ. പക്ഷേ ഈശോ എനിക്ക് അത് കാണിച്ചു തന്നു. ഞാൻ കണ്ടു സ്വയം മറന്നു വീണു. ഇപ്പോഴും എൻ്റെ ശരീരമൊക്കെ വിറയ്ക്കുന്നു. കാരണം എൻ്റെ ശരീരമൊക്കെ നല്ല തണുപ്പാണ്. ഈ തണുപ്പ് എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് എനിക്ക് അഭിഷേകം ഉണ്ടാകും. പക്ഷേ ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി സ്തുതിയും പറയുന്നു. തമ്പുരാൻ ഒത്തിരി എനിക്ക് വലിയ അനുഗ്രഹങ്ങളാണ് ഈ സഹോദരിക്ക് കൊടുത്തിരിക്കുന്ന. ഒത്തിരി അനുഗ്രഹങ്ങൾ തമ്പുരാൻ കൊടുത്തതിന് നന്ദി പറഞ്ഞ് കരങ്ങടിച്ചേ പോരാ, ശക്തിയോടെ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ലീല ശങ്കി. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ഒത്തിരി ടെൻഷനുള്ള ഒരാളായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി കടഭാരങ്ങളുണ്ട്. ഞാനിവിടെ ധ്യാനത്തിൽ കൂടാൻ വരാൻ കാരണം എൻ്റെ സഹോദരൻ്റെ ഒരു മോളിലൂടെയാണ്. ഒത്തിരി കടഭാരത്താൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരൻ്റെ മോള് ഇവിടെ ധ്യാനം കൂടാൻ വന്നിട്ട് ഒരു സാരി മാതാവിൻ്റെ ഫോട്ടോയും ഒരു രക്തക്കണ്ണീര് ജപമാലയും എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ വിഷമങ്ങളെല്ലാം കണ്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മമ്മി, ഞാൻ അവിടെ ഇരുന്ന് ധ്യാനകേരളത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മമ്മിയുടെ ഓർമ്മയാണ് എൻ്റെ കണ്ണിൽ കണ്ടത്. ഞാൻ രക്തക്കണ്ണീര് ജപമാല ഇത് വാങ്ങിച്ച് ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരുപാട് ബന്ധുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്ക് അവരുടെ ഓർമ്മ ഒന്നും വന്നില്ല. മമ്മിയുടെ മുഖമാണ് എൻ്റെ കണ്ണിൽ തെളിഞ്ഞത്. അപ്പം ഈ ജപമാല മമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മമ്മി കറക്റ്റായിട്ട് അത് പഠിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിത് ഇവിടെ കൊണ്ട് തന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ ജപമാല വെച്ച് മമ്മി 7 പ്രാവശ്യം ജപമാല ചൊല്ലണം. മമ്മിയുടെ ആവശ്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി ഈ സാരിമാതാവിൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മമ്മിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ച് ഞാനും എൻ്റെ ഭർത്താവും കൂടി സന്ധ്യാപ്രാർത്ഥന പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ രക്തക്കണ്ണീര് ജപമാല ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കുമായിരുന്നു. അതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ മാറി കിട്ടി. ഞങ്ങൾക്ക് 1.5 കോടി രൂപയിലധികം കടം ഒരു കമ്പനിക്കാരന് തരാനുണ്ടായിരുന്നു. ആ കാശ് 1 വർഷം കൊണ്ടും ഞങ്ങൾ പോയി അവർ തന്നില്ല. അങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോൾ 3 ചെക്ക് തന്നിട്ട് പറഞ്ഞു, 1 മാസം കഴിഞ്ഞാൽ ഈ ചെക്ക് 3 ഗഡുവായിട്ട് നിങ്ങൾക്ക് മാറി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചെക്ക് കൊണ്ടുവന്ന് 2.5 മാസം കഴിഞ്ഞിട്ടും ആ ചെക്ക് ബാങ്കിൽ കൊടുത്ത് അത് റിട്ടേൺ തിരിച്ചു വന്ന് കാശില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് വേദനയോടുകൂടി ഞങ്ങൾ പറഞ്ഞപ്പോൾ ബാങ്കുകാർ പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ ചെക്കിനെ കൊണ്ട് കേസ് കൊടുക്കണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും മറുപടി കിട്ടും. 3 മാസം കഴിഞ്ഞാൽ ഈ ചെക്കിൻ്റെ വാല്യൂ തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ ചെക്കിനെ കൊണ്ട് കേസിന് കൊടുത്തു. അപ്പം 3 പ്രാവശ്യവും 2 പ്രാവശ്യം അതിന് നോട്ടീസ് പോയിട്ട് ആ കമ്പനിക്കാരൻ കൈപ്പറ്റിയിരുന്നില്ല. ഇപ്പോൾ ആ കേസ് നടക്കുകയാണ്. അതിനുശേഷം കടഭാരം കൂടിപ്പോയതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് പലതായി സഹായിക്കാൻ ഒരു ഭവനം തന്നു. അതിനെ ബാങ്കിൽ 2.5 കോടി രൂപയ്ക്ക് ഞങ്ങൾ ബാങ്കിൽ ലോൺ എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അതും ഒരുപാട് പ്രയാസത്തിലായിരുന്നു. ലോൺ ഇന്ന് തരും നാളെ തരുമെന്ന് പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അപ്പോൾ ഞാൻ ആ സാരി മാതാവിൻ്റെ മുന്നിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ മാതാവേ,
ഞങ്ങൾ അധ്വാനിച്ച കാശ് പോലും കമ്പനിക്കാരൻ തരുന്നില്ല. ഞങ്ങൾക്ക് നീ ദാനമായി തലചായ്ക്കാൻ തന്ന ഈ ഭവനം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ലോൺ എടുക്കാൻ കാരണം. ഈ ലോണെങ്കിൽ അമ്മ മാതാവ് എനിക്ക് ഈ മാസം കൊണ്ട് പാസ്സാക്കി തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ മാതാവിനെ കാണാൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് കാരണം എൻ്റെ ലോണും പാസ്സാക്കി തന്ന് കുറേ കടങ്ങളൊക്കെ എനിക്ക് തീർത്ത് മനസ്സിനിപ്പോൾ സമാധാനമായി. ഞാനിവിടെ 3ാമത്തെ ധ്യാനമാണ് കൂടാൻ വന്നത്. ഞാൻ ആദ്യത്തെ ധ്യാനം കൂടാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇരുന്ന കണ്ണുനീരോടുകൂടി ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ സങ്കടങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ആരോ വന്ന് എൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്നതായിട്ട് ഞാൻ കണ്ടു. മകളെ എന്ന് പറഞ്ഞ് ഒരു വിളി കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് സാരി മാതാവ് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മാതാവേ, നിന്നെ കാണാനുള്ള കൃപ ഈ ഭാവിയായി എനിക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് വേദനിച്ച് അത് പറയണം എന്നുള്ള എനിക്ക് അത് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു. 2ാമത്തെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാഷാവരത്തിൽ സ്തുതിക്കുന്നുവെന്ന് പറഞ്ഞ് ജിൻസ് ബ്രദർ പറഞ്ഞ് ഭാഷാവരം സ്തുതിക്കുകയാണ്, കെട്ടഴിയട്ടെ, നാവിൻ്റെ കെട്ടഴിയട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ അല്പം ഭാഷാവരം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ വീട്ടിൽ 2 ധ്യാനം കൂടാൻ വേണ്ടി ജിൻസ് ബ്രദർ അങ്ങോട്ട് വന്നിരുന്നു. ആ 2 പ്രാർത്ഥനയുടെ സമയത്തും ഭാഷാവരത്തിൽ സ്തുതിച്ചതായിട്ട് ബ്രദർ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കും. എനിക്ക് ഭയങ്കര സങ്കടവും വേദനയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എനിക്കാണ് ആ ഭാഷാവരം കിട്ടുന്നതെന്ന് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ബ്രദറിനെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, എനിക്കൊരു സംശയമാണ്. ബ്രദർ പറയുന്നത് എനിക്ക് ഭാഷാവരം കിട്ടിയെന്ന്. അതിനുള്ള യോഗ്യത എനിക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് ബ്രദർ എനിക്ക് ഭാഷാവരം കിട്ടിയെന്ന്? അത് എനിക്ക് വായിൽ വന്ന് എന്താ ഞാൻ വിളിച്ച് പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല, 12 തരത്തിലുള്ള ഭാഷാവരം മാതാവ് തന്നതാണ്, അതിന് ഒരു അവിശ്വാസവും വേണ്ട എന്ന് പറഞ്ഞു. അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ച് മാതാവിന് നന്ദി പറഞ്ഞു. ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ നല്ലൊരു കുമ്പസാരം ചെയ്ത് കൗൺസിലിങ്ങിന് പോയി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജിൻസ് ബ്രദറിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെയും ഭാഷാവരം കിട്ടിയ ചാൾസ് ബ്രദർ പറഞ്ഞ് 3 തരത്തിലുള്ള ഭാഷാവരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എനിക്ക് അവിശ്വാസമായിരുന്നു. അപ്പം ഞാൻ വീണ്ടും ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ, ജിൻസ് ബ്രദർ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഭാഷാവരത്തിലാണ് ഞാൻ സംസാരിച്ചെന്ന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ബ്രദർ പറയുന്ന 3 തരത്തിലുള്ള ഭാഷാവരം എനിക്ക് കിട്ടിയെന്ന്. അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് യഥാർത്ഥ സത്യം തന്നെയാണോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ബ്രദർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഇല്ല, ഭാഷാവരം തന്നെയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇവിടുന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴേക്കും എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ എത്ര സ്തുതിച്ചാലും എൻ്റെ നാവ് അങ്ങ് തുറക്കുന്നില്ല. ഞാൻ എന്തൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പിന്നെ ഈശോയോട് ഞാൻ അവിടെ മാപ്പ് ചോദിച്ചു. ഈശോയെ, അമ്മ മാതാവ് വഴി നീ എനിക്ക് തന്ന ഭാഷാവരം ഞാൻ അത് അവിശ്വാസമായി കണക്കാക്കി. നീ എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് മാപ്പ് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ ചാൾസ് ബ്രദറിനെ കണ്ട് അവർ തലപിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ് ഭാഷാവരത്തിൽ സ്തുതിക്കട്ടെ, വ്യാഖ്യാനവരം കിട്ടട്ടെ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് എനിക്ക് വ്യാഖ്യാനവരം കിട്ടിയെന്ന് പറഞ്ഞു ബ്രദർ പറഞ്ഞു. അതിൽ ഞാൻ മലയാളത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് അത് എന്നെ തിരിച്ച് ഫോണിലൂടെ എന്നെ കേൾപ്പിച്ച്. അപ്പോഴെനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ദൈവത്തിന് 1000 കോടി നന്ദി ഞാൻ പറയുന്നു. ഇവിടെ മിഖേൽ മാലാഖയുടെ പ്രാർത്ഥന നടത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനും മിഖേൽ മാലാഖയെ ബ്രദർ ആ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞ്, നിങ്ങളുടെ ഭവനത്തിലേക്ക് ഈ മിഖേൽ മാലാഖയുടെ പ്രാർത്ഥിച്ച എല്ലാവരുടെ ഭവനങ്ങളും സ്ഥാപനങ്ങളെല്ലാം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, മിഖേൽ മാലാഖയെ, എൻ്റെ ഭവനത്തിൽ എന്തെങ്കിലും ശത്രുക്കളുടെ ഭവനങ്ങളുണ്ടെങ്കിൽ അത് നീ എൻ്റെ ഭവനത്തിലേക്ക് കയറി ചെല്ലണമേ, അതെടുത്ത് മാറ്റണമേ എന്ന് ഞാൻ അവിടെ നിന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തറയിൽ ചെന്ന് വീണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും എണീറ്റ് ഞങ്ങളിവിടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ വാഷ്റൂമിൽ അപ്പോയിൻമെൻറ്റ് റൂമിലാണ് ഇന്ന് പോയത്, അല്ലെങ്കിൽ പോകില്ലായിരുന്നു. അങ്ങനെ പോയപ്പോഴത്തേക്ക് ആ മൊബൈൽ ഫോൺ എടുത്തിട്ടിരുന്നത് കണ്ട് ആ മൊബൈൽ ഫോൺ ഞങ്ങൾ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു മകൻ വിളിച്ച് പറയുന്നു, മമ്മി, നമ്മുടെ വീട്ടിൽ ഒരു മൂർഖൻ പാമ്പ് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മൂർഖൻ പാമ്പ് എങ്ങനെയാണ്? അതൊരു മൂർഖൻ പാമ്പ് വന്ന് കാറിൻ്റെ അടിയിൽ പോയ പാമ്പിനെ ഒരു പൂച്ച വന്ന് വിരട്ടി ഞങ്ങളുടെ അടുക്കളയുടെ ഭാഗത്തോട്ട് കൊണ്ട് പത്തി വിടർത്തിയാണ് നിൽക്കുന്നത്. അത് ഞങ്ങൾ കണ്ടായിരുന്നു. ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ള പാമ്പിനെ ഞങ്ങളുടെ ക്യാമറയിലൂടെ ഞങ്ങൾ കണ്ടായിരുന്നത്. അവർ കുറച്ച് ആൾക്കാർ പയ്യന്മാർ ഓടി വന്ന് ഒരു അമ്മച്ചിയാണ് നമ്മുടെ വീട്ടിലുള്ളത്. അവർ നിലവിളിച്ചപ്പോൾ കുറച്ച് പേര് വന്ന് അത് ഇങ്ങനെ അടുത്ത് പോയപ്പോഴത്തേക്ക് അത് അങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്, തല അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വെക്കുകയാണ്. അത് ഞങ്ങൾ കണ്ട്. അപ്പോൾ ആ മിഖേൽ മാലാഖ ആ പാമ്പിനെ ഓട്ടിച്ച് വിട്ട് അതിന് കൊടാനുകോടി നന്ദി പറയുന്നു. യേശുവേ നന്ദി. യേശു പ്രൈസ് ദി ലോർഡ്. ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത്
നന്ദി പറഞ്ഞത് കരണടിച്ചേ. പ്രൈസ് ദി ലോർഡ്.